നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായതും പിന്നീട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് യുവാവ് രക്ഷിച്ചതും അക്ഷരാർത്ഥത്തിൽ കൊച്ചി മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു. നഗരത്തെ ആകെ മുൾമുനയിൽ നിർത്തിയത് 7 മണിക്കൂറുകളാണ്. നഗരം മുഴുവൻ അരിച്ചുപെറുക്കിയ പോലീസിനൊടുവിൽ ആ ഫോൺ കോൾ ലഭിക്കുന്നു. ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, എളമക്കരയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഉടൻ പോലീസ് അവിടേക്ക് കുതിച്ചു. കുട്ടിയുടെ അമ്മയുമൊത്ത് നാട് മുഴുവൻ തെരഞ്ഞുകൊണ്ടിരുന്ന പോലീസിലേക്കും ഒപ്പം വിവരം കൈമാറുന്നു. അവർ ഉടൻ കുട്ടിക്ക് അരികിലേക്ക് എത്തി. അമ്മയും മകളും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വൈകിട്ട് 5 മണി മുതൽ രാത്രി 11:30 വരെയുള്ള സമയത്തുണ്ടായ അങ്കലാപ്പുകളും പേടിയും വേദനയുമെല്ലാം വഴിമാറിയ സമയമായിരുന്നു അത്. എളമക്കരയിലെ സ്വകാര്യ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫോൺ കൊണ്ടുവന്ന കാര്യം ക്ലാസ് ടീച്ചർ മാതാപിതാക്കളെ അറിയിക്കുന്നിടത്തു നിന്നായിരുന്നു ഈ സംഭവവികാസങ്ങളുടെ തുടക്കം. മാതാപിതാക്കൾ സ്കൂളിൽ എത്തണമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തന്റെ ഫോണാണ് മകൾ കൊണ്ടുപോയതെന്ന് അമ്മ അറിയിക്കുകയും ചെയ്തു. വൈകിട്ട് 4 മണിയോടെ സ്കൂൾ വിട്ട് വടുതലയിലുള്ള വീട്ടിൽ 4:30 എത്തേണ്ടതാണ്. എന്നാൽ 5 മണി കഴിഞ്ഞിട്ട് മകൾ എത്താതായതോടെ മാതാപിതാക്കൾ പരിഭ്രാന്തരായി. സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിച്ചപ്പോൾ പൊറ്റക്കുഴിയിലുള്ള സഹപാഠിയുടെ അടുക്കൽ ചെന്നിരുന്നുവെന്നും ഫോണിന്റെ കാര്യത്തിൽ ആകെ വിഷമത്തിലും കരച്ചിലുമായിരുന്നുവെന്നും മനസ്സിലായി. വീട്ടിലേക്കെന്ന് പറഞ്ഞ് 5 മണിയോടെ കൂട്ടുകാരിക്ക് അടുത്തു നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ കുട്ടി വീട്ടിലെത്തിയില്ല. മാതാപിതാക്കൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കാണാതായ പെൺകുട്ടികളെ അന്വേഷിക്കുന്നതിന് കാലതാമസം വരുത്തുകയും ഒടുവിൽ ദുരന്തമുണ്ടാകുകയും ചെയ്തതിന്റെ പേരിൽ ഒട്ടേറെ തവണ കൊച്ചിയിലെ പോലീസ് സേന പഴികേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞു പോയവർ തിരികെ എത്തി. സെൻട്രൽ ACP ജയകുമാർ നേരിട്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകി. 2 പേർ വീതമുള്ള സംഘങ്ങളെ തിരിഞ്ഞ് അന്വേഷണം തുടങ്ങുകയാണ് ആദ്യം ചെയ്തത്. ഇതിനിടെ പച്ചാളം ഭാഗത്തുകൂടി കുട്ടി സൈക്കിൾ ചവിട്ടി പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെ നാട് മുഴുവൻ ജാഗരൂകരായി. ഈ ജാഗ്രതയാണ് കുട്ടിയെ സുരക്ഷിതയെ തിരികെ ലഭിക്കുന്നതിന് കാരണമായതും. പോലീസ് നഗരവും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അരിച്ചുപെറുക്കുന്നതിനൊപ്പം കുട്ടി ആരെങ്കിലും നഗരത്തിന് പുറത്തേക്ക് കടത്തുമോ എന്ന സംശയത്തിൽ വാഹന പരിശോധന നടത്തി. നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളിലെല്ലാം പരിശോധന കൂട്ടി. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിയെ കാണാതായ വിവരം നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് DP വേൾഡിൽ ഫയർമാനായി ജോലി ചെയ്യുന്ന ജോർജ് ജോയിയെ ഇദ്ദേഹത്തിന്റെ അമ്മ വിളിക്കുന്നത്. സംസാരിക്കുന്നതിനിടെ ഒരു സ്കൂൾ കുട്ടിയെ കാണാതായ വിവരം TV വാർത്തകളിൽ വരുന്ന കാര്യവും പറഞ്ഞു. അപ്പോഴേക്കും സമയം 11:30 അടുത്തിരുന്നു. ജോർജിന്റെ സുഹൃത്തും അപ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ഞാറയ്ക്കുള്ള വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോഴാണ് കാളമുക്ക് ഭാഗത്ത് സ്കൂൾ യൂണിഫോം അണിഞ്ഞ ഒരു പെൺകുട്ടി സൈക്കിൾ ചവിട്ടി പോകുന്നത് ജോർജ് കാണുന്നത്. പെട്ടെന്നാണ് കുട്ടിയെ കാണാതായ വാർത്ത മനസ്സിലേക്ക് വരുന്നതും ജോർജ് വാഹനം തിരിച്ച് കുട്ടിക്ക് അരികിലേക്ക് എത്തിയതും. ഗോശ്രീ 3ാം പാലത്തിലേക്ക് കയറാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയം കുട്ടി. തടഞ്ഞു നിർത്തി എവിടെയാണ് പഠിക്കുന്നത്, ഇവിടെ പോയി വരുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഇതിന്റെ കുട്ടി കരയാൻ തുടങ്ങിയെന്ന് ജോർജ് പറഞ്ഞു. സ്കൂളിലെയും വീട്ടിലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു സങ്കടം. അമ്മയുടെ നാടായ നാരായമ്പലത്തേക്ക് പോയി അവിടെ നിന്ന് വരികയാണെന്നും കുട്ടി പറഞ്ഞു. കുട്ടിയെ സമാധാനിപ്പിച്ച ശേഷം ഉടൻ ജോർജ് മുളവുകാട് പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ തന്നെ നിൽക്കാനും ഉടൻ എത്തുമെന്നും പോലീസ് അറിയിക്കുന്നു. മുളവുകാട് പോലീസ് എത്തിയതിനു പിന്നാലെ ഇവരിൽ നിന്ന് വിവരം അറിഞ്ഞ ACP ജയകുമാറും കുട്ടിയുടെ അമ്മയും അടങ്ങിയ വാഹനം അവിടേക്ക് തിരിച്ചു. എളമക്കരയിൽ നിന്ന് വടുതലയിലെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്ന കുട്ടി പൊറ്റക്കുഴിയിൽ കൂട്ടുകാരുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് ക്വീൻസ് വാക്ക് വേ വരെ എത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കുട്ടിയെ തിരികെ കിട്ടിയ ശേഷമാണ് അന്ന് വൈകിട്ട് യാത്ര ചെയ്ത വിവരങ്ങൾ പുറത്തുവന്നത്. ഇവിടെ നിന്ന് കുട്ടി പോയത് ഗോശ്രീ ജംഗ്ഷനിലേക്കാണ്. പിന്നെ ബോൾഗാട്ടിയിലുള്ള 1ാം ഗോശ്രീ പാലവും വല്ലാർപാടത്തുള്ള 2ാം ഗോശ്രീ പാലവും വൈപ്പിൻ കാളമുക്കിലുള്ള 3ാം ഗോശ്രീ പാലവും കടന്ന് മുനമ്പൂർ റൂട്ടിൽ നായരമ്പലത്തേക്ക് 15 കിലോമീറ്ററോളം ദൂരമുണ്ട് പച്ചാളത്ത് നിന്ന് ഇവിടേക്ക്. അവിടെയുള്ള ക്ഷേത്രത്തിന്റെ മൈതാനത്ത് കുറച്ചു സമയം ചെലവഴിച്ച ശേഷം തിരികെ വീണ്ടും സൈക്കിൾ ചവിട്ടി വരും വഴിയാണ് ജോർജ് കുട്ടിയെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.